തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേക ചാനലുകൾ ഉണ്ടെങ്കിൽ വ്യക്തമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ അടക്കം വ്യക്തമായ ലംഘനം, വിധികളുടെ വ്യക്തമായ ലംഘനമാണ്. പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യും. അതിന് മെൻസ് കമ്മീഷന് വേണം. ഇതേപോലെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ആണുങ്ങളെ അറസ്റ്റ് ചെയ്ത് 2-3 ദിവസം ജയിലിലിടാം എന്ന് കരുതുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതാണ്. 100% കള്ളമാണ്. വേറൊന്നും വേണ്ട. കള്ളമാണെന്ന് അറിയാൻ പാഴൂർ പടി വരെ ഒന്നും പോകണ്ട. വെറുതെ എന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും പോയി ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ ഇട്ടോ നോക്കിയാൽ ഇല്ല, ആ വീഡിയോകൾ കണ്ടാൽ ഇല്ല, പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് കോടതിയിൽ വിധി മേടിച്ചാണ്. 2 പോലീസ് പറഞ്ഞിരിക്കുന്ന എനിക്ക് നോട്ടീസ് തന്നു എന്നാണ്. ഒരു നോട്ടീസ് തന്നിട്ടേ ഇല്ല, ചുമ്മാ പറയുക. ഇത് അങ്ങനെ കള്ളം പറഞ്ഞ് എങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും? അവിടെ പോലീസിന് വേണ്ടി അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞ കള്ളം, ഞാൻ ആ പെൺകുട്ടിയെ ലൈംഗികമായി അധിക്ഷേപിച്ചു, കൂടെ കിടന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല, ചുമ്മാ പറയാണ്. ഞാനത് സൗണ്ട് റൈസ് ചെയ്ത് പറഞ്ഞ പറയാണ്, ഞാൻ ഫുള്ളായിട്ട് കണ്ടില്ല, എന്റെ ധാരണയെന്ന് ഞാൻ പറയുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാനുള്ള മനസ്സ് വരിക? അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല? ഒരു ഗവൺമെന്റ് അങ്ങനെ ഔദ്യോഗികമായിട്ട് കള്ളം പറഞ്ഞിട്ട് എന്ത് അർത്ഥമാണ്? അയ്യോ, എന്ത് തെറ്റിയിട്ട് ഞാൻ ആ ചിത്രം ഇട്ടിട്ടുണ്ടോ? നോക്കിയാൽ പോലെ കാര്യം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. കോടതിയെ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു? ഒന്നെനിക്ക് നോട്ടീസ് നൽകി എന്ന് പറഞ്ഞു. പച്ചക്കള്ളമാണ്, നോട്ടീസ് നൽകിയിട്ടില്ല. ഞാൻ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല.